ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എറണാകുളം PT ഉഷ റോട്ടിലുള്ള ഉളൻ ഹൗസിലാണ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ വർമ്മയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഹായ് വർമ്മ. ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിഷയം? സുഖം. അതായത് PT ഉഷ റോട്ടിലല്ലേ? അതെ അതെ. വൂൾ ഗാർമെൻറ്റ്സ്. അതെ. ഈ ഒരു പേര് ആരുടെ സജഷനാണ്? നമ്മൾ ഒരു 10-20 വർഷമായിട്ട് മുമ്പ് ഉള്ള ഒരു സംഭവമാണത്. അത് യാദൃശ്യമായിട്ട് നമുക്ക് അന്ന് നമ്മുടെ ഏറ്റവും ചെറിയൊരു സ്ഥലത്താണ്, മുല്ലശ്ശേരിക്കാന റോഡിലായിരുന്നു. അത് ഇത്തിരിയൂടെ ഉൾസൈഡിലുള്ള ചെറിയൊരു ഷോപ്പായിരുന്നു. വൂളൻ ഗാർമെൻറ്റ്സുകൾ അന്ന് അധികം അത്രത്തോളം വേണ്ടി വരും. പ്രായമുള്ളവർക്കൊക്കെ ഇവിടെ ചെറിയ തണുപ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നോർമൽ സ്വെറ്ററുകൾ, ജാക്കറ്റ്, ചെറിയ ജാക്കറ്റുകൾ, അതായത് ചെറിയ രീതിയിൽ. അതെ അതെ. അപ്പോൾ അതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു റൂമിൽ, ഒരു 100 സ്ക്വയർ ഫീറ്റ് കഷ്ടിച്ചുള്ളൊരു റൂമിലുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ. ഒരു ഏകദേശം 99 ആ കാലഘട്ടത്തിൽ തൊട്ട് 25 വർഷമായി, ഏകദേശം 25 വർഷത്തോളമായി. ഹാഷിം എന്ന് പറഞ്ഞ ഒരാളെന്നോട് പാർട്ണർ, നമ്മൾ ഒരുമിച്ചായിരുന്നു ചെയ്യുന്നത്. പണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളൊരു PT ഉഷ റോട്ടിലുള്ള ഒരു മുല്ലശ്ശേരിക്കലാണുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ഷോപ്പായിരുന്നു. പിന്നെ അപ്പുറത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ജാക്കറ്റിന്റെ. അതെ, അന്ന് പക്ഷെ ജാക്കറ്റുകൾ അന്ന് ജാക്കറ്റുകൾക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. എന്നാലും ഈ പറഞ്ഞ അത്യാവശ്യം അന്നത്തെ കാലത്തെ ചെറിയ പിള്ളേരൊക്കെ ചെറിയ മൂന്നാർ ട്രിപ്പൊക്കെ പോകുമ്പോൾ ജാക്കറ്റുകൾ ഇട്ട് പോകുമായിരുന്നു. പിന്നെ ആ സമയത്ത് അന്നത്തെ കാലം 15 വർഷം മുമ്പ് കുറച്ചുകൂടെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഡിസംബർ ജനുവരി സമയത്തൊക്കെ വരുമ്പോൾ തണുപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള പ്രായമുള്ളവർക്കൊക്കെ സെറ്റുകളൊക്കെ വാങ്ങിക്കുന്നത് സാധാരണ അവർ മൂന്നാറോ ഊട്ടിയിലൊക്കെ പോകുമ്പോഴേക്കും ആരെങ്കിലും യൂസ് ചെയ്യണത്. അപ്പോൾ അതങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെറിയ രീതിയിൽ സെയിൽ ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. നിങ്ങൾക്ക് ഇവിടെ ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്. ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്. കസ്റ്റമേഴ്സിന് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. അത് ബൾക്ക് ഓർഡർ, സിംഗിൾ പീസുകളല്ല, ബൾക്ക് ഓർഡറിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടുത്തെ ഈ ഉളൻ ഹൗസിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത? നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൂളൻ ഗാർമെൻറ്റ്സിൻ്റെ, അതായത് നമ്മുടെ നോർമലി ഈ ഇന്ത്യയുടെ ISI മാർക്ക് പോലെ വൂളിൻ്റെ ക്വാളിറ്റി നമ്മൾ തിരിച്ചറിയുന്നത് വൂൾ മാർക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ്ങിലാണ്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നോർമലി വൂൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓസ്ട്രേലിയയാണ്. അപ്പോൾ അവർക്ക് ചെക്കിംഗ് പേറ്റൻ്റ് ഉള്ളൊരു സംഭവമാണ് വൂൾ മാർക്ക് എന്ന് പറഞ്ഞ ലോഗോ. അങ്ങനെ പ്യുവർ വൂളിൻ്റെ ഉണ്ടാവും, 50% വൂളിൻ്റെ ഉണ്ടാവും, 20% വൂളിൻ്റെ ഉണ്ടാവും. അതായത് ആ മെറ്റീരിയൽ നമ്മുടെ ഓരോ പ്രൊഡക്ഷനകത്തും അടങ്ങിയിരിക്കുന്ന വൂളിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചാണ് നമുക്ക് തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഓരോ ഇതിലുള്ള കാര്യങ്ങളുണ്ടാവും, ക്വാളിറ്റി ബേസ് ഉണ്ടാവും. പിന്നെ കൂടുതൽ ഈ പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നത് കൂടുതൽ ഇപ്പോൾ നമുക്ക് മാനുഫാക്ചറിങ് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും എബ്രോഡ്സിലേക്കുള്ള ആൾക്കാർക്ക് പോകണമെങ്കിൽ ഇതൊക്കെ ഒരു സഹായമാണ് സംഭവം. അവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ് സംഭവം അല്ലേ? ഏകദേശം ഇവിടുത്തെ 3 ഇരട്ടി വില വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടങ്ങളിൽ കിട്ടുന്ന സാധനങ്ങൾ ഓൾമോസ്റ്റ് ഒരു വേൾഡിലൊരു 3 കൺട്രീസിലായിട്ടാണ് എൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. നോർമലി ഇന്ത്യ, ചൈന, പിന്നെ ബംഗ്ലാദേശൊക്കെയാണ്. അതിൽ നോർമലി ക്വാളിറ്റി സാധനം സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ സാധനം തന്നെയാണ് ക്വാളിറ്റി ആയിട്ട് വരുന്നത്. പിന്നെ ചൈനയുടെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ വിലക്കുറവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെ, ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അതെ, അതാണ് നമ്മുടെ വ്യത്യാസം. അപ്പോൾ ആ രീതി ചെയ്യുന്ന പാർട്ടികളായിട്ടുള്ള നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും വേറെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇവിടെ നമ്മൾ റീറ്റെയിലിംഗ് ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. എബ്രോഡ്സ് പോകുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞൊരു അപ് ടു -30 ഡിഗ്രി വരെ തണുപ്പിനുള്ള കാര്യങ്ങളെല്ലാം സർവീസ്. അതായത് അതിനകത്തൊരു അനുബന്ധമായിട്ടൊരു 3-4 സാധനങ്ങളും ഉണ്ട്, ജാക്കറ്റുകൾ മാത്രമല്ല. നമുക്ക് അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തണുപ്പ് സ്ഥലത്തേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു 5 ഭാഗത്താണ് തണുപ്പ് കയറുന്നത്. അതായത് മെയിനായിട്ട് ചെസ്റ്റ്, ത്രോട്ട്, ചെവി, പിന്നെ ഉള്ളംകൈ, ഉള്ളംകാല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനെ കുറച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് ഒരു 7 ഐറ്റംസ് അതിൻ്റെ മെഡിക്കൽ തിയറി അനുസരിച്ചുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഓരോ ഗ്രേഡിലെ തണുപ്പും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഓൺലൈൻ സംഭവങ്ങളുണ്ടാവും. പിന്നെ ബ്രാൻഡിങ് പേരുകളാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ബ്രാൻഡിങ് പേരിലല്ല ഇതിനകത്ത് കാര്യം. കാരണം ഇതിനകത്തുള്ള കണ്ടന്റുകൾ, അതിന്റെ പെർസെൻറ്റേജിലാണ് ഇതിന്റെ തണുപ്പ് റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ തന്നെ. അപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് സാധനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അവർ പ്രതീക്ഷിക്കുന്ന സാധനം അതിനകത്ത് ഉണ്ടായെന്ന് വരില്ല. ഒരു വിശ്വസിക്കുന്ന പോലെ ബ്രാൻഡ് എടുത്ത് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഇട്ടാണ് ഒരു ബ്രാൻഡാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന സാധനങ്ങൾ പറയുന്ന ക്വാളിറ്റിയിൽ എടുക്കുവാണെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന എത്ര ഡിഗ്രി തണുപ്പാണോ ഉദ്ദേശിക്കുന്നത് ആ ഡിഗ്രിയുള്ള സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ള ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത അല്ലേ? അതിപ്പോൾ 25 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം
അല്ലേ? അത് ആ രീതിയിലാണ് നമ്മളിപ്പം നടത്തിക്കൊണ്ട് പോകുന്നത്. വന്നത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ അന്നാ പറഞ്ഞ 100 സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു റൂമിൽ നിന്നും അത്യാവശ്യം കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു ഒരു 10 ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം ഉണ്ടാവും. ഇവിടെ എത്ര ടൈപ്പ് മെറ്റീരിയലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇതിനകത്ത് പല കാര്യങ്ങളുണ്ടല്ലോ. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഇത് പുറത്തെ മെറ്റീരിയൽ വാട്ടർ പ്രൂഫാണ്. അത് PU കോട്ടിംഗ് വരുന്ന സംഭവമാണ്. ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നുണ്ട്. ഇതാണ് നമ്മൾ ലാബ് ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ -20 ഡിഗ്രി വരെ, അപ് ടു -20 ഡിഗ്രി വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് മെറ്റീരിയൽ പറഞ്ഞാൽ ഇത് അക്രിലിക് ഫ്ലേസിന് മെറ്റീരിയലാണ്. ഇതിനകത്ത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലേസിംഗ് ഇത് ഓംനി ഹീറ്റ് മെറ്റീരിയലാണ്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ബോഡി ഇട്ട് ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് എടുത്തിട്ട് തിരിച്ച് നമ്മൾ ഹീറ്റ് തരുന്ന സംഭവമാണ് ഈ മെറ്റീരിയൽ. അത് ഇതിൽ വരുന്നതാണ്. 25 വർഷമായി നമ്മളിപ്പോൾ ഈ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ? അതെ അതെ. ഇത്ര നാള് നമ്മൾ ബിസിനസ് ചെയ്തിട്ട് എത്രത്തോളമാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ? 100% എന്ന് ഞാൻ പറയില്ല. കാരണം ഏകദേശം വരുന്ന ആളുകളുടെ മൈൻഡ് ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്താ ഒരിക്കലും നമുക്ക് 100%, കാരണം വരുന്ന ആൾക്ക് ചോദിക്കുന്ന സാധനം ഒരിക്കലും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്ക് അവർ പ്രതീക്ഷിക്കുന്ന സാധനം വേറെ എന്തില്ല. കാരണം പുറമേ കാണുന്ന ഭംഗിയാണ് പല ആൾക്കാരും അതെ അത് നമുക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഭംഗിയിൽ അത് ഒരിക്കലും ആ ക്വാളിറ്റി കൊടുക്കാൻ പറ്റില്ല. അവർ പ്രതീക്ഷിക്കുന്ന പർപ്പസ്ഫുള്ളി ഉള്ള ക്വാളിറ്റി എന്താ വെച്ചാൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ നിങ്ങൾ അവർ പുറമേ കാണുന്ന ഭംഗി ഇത്തിരി മാറിയിരിക്കും. അതാണ് എൻ്റെ ഒരു മെയിൻ സംഭവം. അതുകൊണ്ട് ഒരു 99 അല്ലെങ്കിൽ ഒരു 95% വരെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാവരും. ബാക്കി 5% ഓൾമോസ്റ്റ് എല്ലാവർക്കും എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ്? ഇത് എല്ലാവരും പറയാറുള്ള സംഭവം കസ്റ്റമർ തന്നെയാണ് ഗോഡ്. നമ്മുടെ അതെ ഫസ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പ്രസ്ഥാനത്തിനെ ബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന കസ്റ്റമറിൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഒരു എബ്രോഡ്സ് പോകാൻ വേണ്ടി വരുന്ന ഒരാൾക്ക് അവർക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഒരു ജാക്കറ്റ് വേണമെന്ന് മാത്രമായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ജാക്കറ്റ് കൊണ്ട് മാത്രം അത് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കും. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കണം. അതെ തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ന്യൂ ജനറേഷൻ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. എങ്കിൽ പോലും കൂടെ രക്ഷകർത്താക്കളുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും കുറച്ചുകൂടെ. ന്യൂ ജനറേഷന്മാരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. എങ്കിലും അത് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു അവർക്ക് മുമ്പ് പറഞ്ഞാൽ ഈ മിന്നുന്ന സാധനങ്ങളെല്ലാം പൊന്നെന്നുള്ള രീതി അതാണ് അവരുടെ ഒരു ചിന്ത. അപ്പോൾ അതല്ല ശരിക്കും അതിൻ്റെ സംഭവം. അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം, അതായത് തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുത്താൽ തന്നെ പറ്റുള്ളൂ. കാരണം ഇതൊരു ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു ഷോ അല്ല. പക്ഷെ അത് പിള്ളേർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അത് രണ്ടും കൂടെ യോജിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലാണ് നമ്മൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ അത് പോകുന്നത്. അപ്ഡേഷനാണ്, എല്ലാ രീതിയിലുള്ള അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ് ടു ഡേറ്റ് ആണ് എല്ലാ ഭാഷ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും മെറ്റീരിയൽസിന്റെ എന്താ പറയാ ഒരു ഫാഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എല്ലായിടത്തും ഉള്ള ഈ വിന്റർ എന്ന് പറഞ്ഞാൽ വിന്ററിൽ ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളൊരു വിന്റർ ഫാഷൻ തന്നെയുണ്ട്. അപ്പോൾ ആ വിന്റർ ഫാഷനിലേക്ക് അവിടുത്തെ വിന്റർ ഫാഷനിൽ അതേ രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടുന്ന് തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതുള്ളതുകൊണ്ട് ആ ഫാഷനിൽ ഒരു എങ്ങനെ വന്നാലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇതിന് ഡ്രോബാക്ക് അല്ല, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേരളം പോലൊരു സംസ്ഥാനത്ത്, ഇപ്പോൾ നോർത്ത് ഇന്ത്യ സംസ്ഥാനം പറഞ്ഞാൽ അവിടെ ഓൾറെഡി പറഞ്ഞാൽ ആ തണുപ്പ് സീസൺ വരുമ്പോൾ അവിടെയും തണുപ്പായതുകൊണ്ട് കുറച്ച് കൂടുതൽ കളക്ഷൻ ഉണ്ടാവും. എങ്കിലും കേരളത്തിൽ നിലവിലുള്ള അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള ഏറ്റവും 100% സെലക്ഷൻ നമ്മുടെ തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല, കൂടുതൽ ബിസിനസ് നടക്കുന്നത് വിന്റർ ടൈമിനാണോ? നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ വിന്റർ ടൈം എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ശരിക്കും ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന റീറ്റെയിലിംഗ് നടക്കുന്നത് കൂടുതൽ ഈ പറഞ്ഞ പോലെ വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ കച്ചവടമാണ്. അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി രീതിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, പിന്നെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആൾക്കാർ, ഇവർ രണ്ടുപേരാണ് നമ്മുടെ റീറ്റെയിലിംഗിൽ മെയിൻ കസ്റ്റമേഴ്സ്. പിന്നെ ഈ പറഞ്ഞാൽ നമുക്ക് മാനുഫാക്ചറിങ് ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലുള്ള ചില സംസ്ഥാനങ്ങൾ, അതായത് സിക്കിം, ഹിമാചൽ പ്രദേശ്, നമ്മുടെ കാശ്മീർ ലെവലിലൊക്കെയുള്ള ചില കുറച്ച് പാർട്ടീസൊക്കെ നമ്മുടെ ഹോൾസെയിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ തണുപ്പിന് ഗ്രേഡ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ മെറ്റീരിയൽ അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ 20% വൂളിൻ്റെ ഉണ്ടാവും, 50% വൂളിൻ്റെ ഉണ്ടാവും, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ആ വൂളിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് അതിൻ്റെ വിലകൾ വ്യത്യാസം വരും, നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ തെർമൽസ് ഇടുകയെന്ന് വെച്ചാൽ തെർമൽസ് ഇടുമ്പോഴാണ് വേണ്ട തണുപ്പിന് വേണ്ട ക്വാളിറ്റി തെർമൽ ഇടുമ്പോഴാണ് നമ്മുടെ ആ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഒരു -20 ഡിഗ്രിക്ക് നമ്മൾ 0 ഡിഗ്രിയുടെ തെർമൽ എടുത്തിട്ട് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് അതിനകത്തൊരു പ്രധാന കാര്യം. അപ്പോൾ ഇപ്പോൾ വർമ്മ പറഞ്ഞ പോലെ, വർമ്മ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എല്ലാവരും
അങ്ങനെ പറയണമെന്നില്ല, നമ്മൾ ബിസിനസ് മാത്രം നോക്കുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടാവും, അങ്ങനെ വരുന്നത്. അപ്പോൾ അത് ഡിപ്പെൻഡ് ഓൺ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വരുമ്പോൾ നമ്മളുമായിട്ട് സഹകരിക്കുന്ന കസ്റ്റമറിന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്ത് ക്വാളിറ്റിയും മെറ്റീരിയലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. അതിപ്പോൾ ആ ക്വാളിറ്റിക്ക് അതിൻ്റെ വിലകൾ വരും. അതല്ല അവർക്ക് വില മാത്രമാണ് പ്രശ്നമെങ്കിൽ അതിനുള്ള നമുക്ക് ഉണ്ട്, എക്കോണമി ഉണ്ട്, എല്ലാം ഉണ്ട്, ക്ലാസിക് ഉണ്ട്, പ്രീമിയം ഉണ്ട്, അങ്ങനെ 4 കാറ്റഗറി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ സെലക്ഷൻ കൂടുതലുണ്ട്, ന്യായമായ രീതിയിലുണ്ടാവും. അല്ലല്ലേ? അല്ല, അവിടെ അത്ര സെലക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അത് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെയുള്ള മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു പാറ്റേൺ നമ്മൾ ഒരുപാട് പറഞ്ഞ പോലെ ഒരു 100,000 മോഡൽ എന്നുള്ളതല്ല, ഉള്ളത് ചിലപ്പോൾ 4-5 മോഡലായിരിക്കും. പക്ഷെ ആ 5 മോഡൽ ഈ പറഞ്ഞ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. അതേ കാരണം നമ്മളൊരു തണുപ്പ് രാജ്യമല്ലാത്തതുകൊണ്ടും തണുപ്പ് സംസ്ഥാനമല്ലാത്തതുകൊണ്ടും ഇവിടെ പ്രാദേശികമായിട്ട് ഇതിന് വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് പുറത്തേക്കുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കേരളത്തിന് പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങനെ പോകുന്ന റീറ്റെയിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇവിടുന്ന് പോകുന്ന ആളുകൾ മാത്രമുള്ളതുകൊണ്ട് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വൈഡ് രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവായിട്ട് ഇപ്പോൾ ഈ പോകുന്ന അല്ലാണ്ട് നോർമലി ഇവിടെയും കൂടെ തണുപ്പുണ്ടെങ്കിലാണ് നമുക്ക് കേരളത്തിലുള്ള ജനങ്ങളും കൂടെ എടുക്കും. 2 ക്വാളിറ്റി ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇക്കോണമി, നമ്മൾ നോർമൽ കുളു, മണാലി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം. അത് ജസ്റ്റ് 1 ടൈം ട്രിപ്പ് പോയിട്ട് വരുന്ന ആൾക്കാരല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എക്കോണമി ക്വാളിറ്റി റേഞ്ചിലുള്ള ഐറ്റംസുകളുണ്ടാവും. മറ്റേത് സ്ഥിരമായിട്ട് പോകുന്നവർക്ക് ആ റേഞ്ചിലുള്ള സാധനങ്ങളുണ്ടാവും. അങ്ങനെ പ്രീമിയം ക്വാളിറ്റികളുണ്ടാവും. നമ്മളിവിടെ ജാക്കറ്റ്സ് മാത്രമല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? എല്ലാം ബേസിക് വൂളിൻ്റെ പെർസെൻറ്റ് അനുസരിച്ചാണ്. അതായത് നമുക്ക് തണുപ്പിന് വേണ്ടത് ഈ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 7 ഐറ്റംസ് ആണ് വേണ്ടത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ 5 ഭാഗത്തൂടെ തണുപ്പ് കയറുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മെയിനായിട്ട് ചെസ്റ്റ്, അതായത് ബോഡി ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തെർമൽസ് ഉപയോഗിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മുകളിലേക്കാണ് സെറ്റേഴ്സ് പറഞ്ഞത്. സെറ്റേഴ്സ് പറഞ്ഞ സംഭവമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫാഷൻ ട്രെൻഡിലേക്ക് വരുന്നത്. അതായത് നമ്മൾ സാധാരണ ഡ്രസ്സ് ഉപയോഗിക്കുന്ന കൂടുതൽ അവിടെ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഈ വുളൻ മെറ്റീരിയലുള്ള ടോപ്പ്, ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ വുളൻ ടോപ്പുകളും വുളൻ പാൻറ്റുകളും വുളൻ ലെഗിൻസുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മോഡൽ അതിനകത്താണ് ഫാഷൻ വെയറുകൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അത് ആണ് മെയിനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം. അപ്പോൾ അത് ഇടുമ്പോൾ എന്ന് വെച്ചാൽ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള തണുപ്പ് അകത്തോട്ട് കയറാതിരിക്കുക എന്നുള്ളതാണ് 3ാമത്തെ ലെയറാണ് നമുക്ക് ജാക്കറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ജാക്കറ്റിൻ്റെ സംബന്ധിച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പല ക്വാളിറ്റികളുണ്ട്. അതിൽ ഒരു എബോവ് 0 മൈനസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ചെക്കിംഗ് ഉള്ള ജാക്കറ്റ് ഇടുവാണെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. പിന്നെ തണുപ്പ് കയറുന്നൊരു വശം എന്ന് പറയുന്നത് ത്രോട്ടാണ്. അപ്പോൾ നമുക്ക് ആ ത്രോട്ട് ഇൻഫെക്ഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ട്രെൻഡ് ഫുൾ കവർ ആയിരിക്കും. പക്ഷേ അതിനേക്കാൾ നല്ല കാരണം അവിടുത്തെ ഒരു ഫാഷൻ എന്ന് പറയുന്നത് ഫുൾ കവർ ചെയ്യൂല, ജസ്റ്റ് ഒരു ഹാഫ് തുറന്നിട്ടിട്ട് നമ്മൾ മഫ്ലർ എന്ന് പറഞ്ഞ സംഭവം ഇടും, അതായിരിക്കും കൂടുതൽ ഇടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മഫ്ലർ ഉണ്ടാവും. അതും ഈ പറഞ്ഞ പോലെ ഒരു ഏറ്റവും ബിലോ കോസ്റ്റ് മുതൽ ഹൈ ക്വാളിറ്റി വരെയുള്ള. ഇപ്പം ഏതൊരു ബിസിനസ്സിനും കോമ്പറ്റീഷൻ ഫീൽഡ് ഇല്ലാത്തല്ല അല്ലേ? എല്ലാത്തിനും കോമ്പറ്റീഷൻ ഫീൽഡ് തീർച്ചയായിട്ടും അതുണ്ടാവുമല്ലോ. എങ്ങനെ പോകുന്നു ഈ കോമ്പറ്റീഷൻ ഫീൽഡ്, എങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് വരുന്ന കസ്റ്റമർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തന്നെ എടുക്കുക എന്നുള്ളത്. കച്ചവടം എന്നുള്ള മൈൻഡ് രണ്ടാമതാണ്. റീറ്റെയിൽ നമ്മൾ മാനുഫാക്ചറിങ് ഉള്ളതുകൊണ്ട് റീറ്റെയിലിംഗ് കച്ചവടം എന്നുള്ളത് ഒരു മുൻഗണനയായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. വരുന്ന ആൾക്ക് സംതൃപ്തിയായിട്ട് എടുക്കുക. ഫ്യൂച്ചർ പ്ലാൻ ഒന്നുകൂടെ വലുതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇവൻ കോട്ടയം പോലൊരു സ്ഥലങ്ങളിൽ തുടങ്ങിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ വർമ്മയ്ക്കും ആഷീമിനും അല്ലേ? അതെ. രണ്ടുപേരും നിങ്ങൾ 25 വർഷമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരു എന്താ പറയാ ഒരു നല്ലൊരു സുഹൃബന്ധത്തിന്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബം പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അല്ല, ഇത്ര നാള് ഇങ്ങനെ കൊണ്ടുവന്നില്ല, ഇത്രയും ലൈഫ് അല്ലേ ആ കുടുംബം പോലെ പോകുന്നത് വളരെ റെയറാണ് ശരിക്കും. അങ്ങനെ പോട്ടെ. അതെ, തീർച്ചയായിട്ടും. അല്ല, ഇനിയും പുതിയ പുതിയ ബ്രാഞ്ചുകളും അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു മനസ്സാണല്ലോ അല്ലേ? പിന്നെ നമ്മൾ എല്ലാം ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ്, ദൈവാധീനമല്ലോ. അതെ. അല്ല, നമ്മൾ ബിസിനസ്സിലാണെങ്കിലും അതൊരു എന്താ പറയുക, ആ ഒരു ബ്ലെസ്സിങ്ങിൽ കൂടിയാണല്ലോ നമ്മൾ ഓരോ ഡെവലപ്മെന്റ്സ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു 3500ഓളം സ്ക്വയർ ഫീറ്റിൽ നമുക്ക് അന്ന് പണ്ട് 100 സ്ക്വയർ ഫീറ്റിൽ ഇരുന്നത് നമ്മളൊരു 3500 സ്ക്വയർ ഫീറ്റിലേക്ക് മാറുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സന്തോഷം തന്നെയാണ്. അത് നമ്മുടെ പാരൻസിൻ്റെയും എന്താ പറയുക ദൈവത്തിൻ്റെയും ഒരു അനുഗ്രഹം കൊണ്ട് അല്ലേ? അപ്പോൾ ഇനിയും പുതിയ പുതിയ ബ്രാഞ്ചുകളും പുതിയ പുതിയ എന്താ പറയുക പ്രോഡക്ട്സുകളും നല്ല ബിസിനസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.